ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇതിൽ ഒന്ന് രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതിട്ടാ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ഡിഷ് വാഷർ ഒന്ന് എംറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. സാധാരണയായിട്ട് എപ്പോഴും ഞാൻ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്താട്ടോ ഡിഷ് വാഷർ എംറ്റി ചെയ്യാനായിട്ട് നിൽക്കൽ. ചായ അവിടെ റെഡി ആവണ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ജോലി ചെയ്യൂട്ടാ. ഇത് ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യൂട്ടാ. കാര്യം എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ഡിഷ് വാഷർ എംറ്റി ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഹസ്ബൻഡും ഒക്കെ ഹെൽപ്പ് ചെയ്യലുണ്ട്, ചിലപ്പോഴെല്ലാം മോളെല്ലാം ഹെൽപ്പ് ചെയ്യലുണ്ട്. പക്ഷേ എന്നാലും ഇത് രാവിലെ എംറ്റി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെയും കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ അതിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ ഹെൽപ്പ് നോക്കി നിൽക്കുകയാണെങ്കിൽ ഇത്തിരി ഇങ്ങോട്ടൊക്കെ വൈകും. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും ഈ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് ഇത് തലേ ദിവസം ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എംറ്റി ചെയ്യാനായിട്ട് നിൽക്കൂട്ടാ. അപ്പോൾ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള പാർക്കിൽ ഞാനും ഹസ്ബൻഡും വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ മിക്ക ദിവസവും വരലുണ്ട് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം ഈ ഒരു പാർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നടക്കാൻ വന്നേരം ജസ്റ്റ് അതൊന്ന് വീഡിയോയിലൊന്ന് എടുക്കുന്നേ ഉള്ളൂ. അവിടെ ഒരു ഓറഞ്ച് കളറിൽ കാണില്ലേ, അതൊരു പാർക്കാട്ടാ. കുട്ടികൾ കളിക്കുന്നത്. അത് ഈ ഒരു സമയത്തൊക്കെ അവിടെ നിറച്ച് കുട്ടികളായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ നിറച്ച് കുട്ടികൾ കണ്ടില്ലേ അവിടെ അവരുടെ പേരൻസും എല്ലാം ആയിട്ട് അങ്ങനെ കളിക്കലുണ്ടാവും. നല്ല രസമാട്ടാ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഉള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഡിഷ് ഡ്രൈയിങ് റാക്കില്ലേ, അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ വെള്ളമൊക്കെ വാർന്ന് വീഴാനായിട്ട് ഒരു ട്രേ പോലെ ഉണ്ടാവില്ലേ, ആ ഒരു ട്രേ ആട്ടാ. അത് ഇടയ്ക്കല്ല മിക്ക ഒരു 3-4 ദിവസം എല്ലാം കൂടുമ്പോൾ ഞാൻ ഡെയിലി നമ്മൾ അതിലെ വെള്ളം കളയണമല്ലോ. അപ്പോൾ ഇത് 3-4 ദിവസം എല്ലാം കൂടുമ്പോൾ ഞാനിങ്ങനെ അത് പൊട്ടയാവണതനുസരിച്ചിട്ടാ ഇങ്ങനെ ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഡിഷ് വാഷിംഗ് ലിക്വിഡൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. കഴുകിയെടുത്തതിന് ശേഷം ഉണക്കിയിട്ട് പിന്നെ ഇത് തുടച്ചിട്ടാട്ടാ തിരിച്ച് വെക്കൽ. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലിയാട്ടാ ഇത് ഈ ചെയ്യണത്. അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് നിന്നത് കാരണം ഗ്ലൗ ഇടാനും കൂടി മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഗ്ലൗ ഇടണം എന്ന് വെച്ചാൽ എൻ്റെ കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഈ സോപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ. ഈ പാത്രം കഴുകണ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യൽ. എന്നാലും എൻ്റെ കൈ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡ്രൈ ഒക്കെ ആവും. പക്ഷെ ഞാൻ ഇന്ന് മറന്നു പോയിട്ടാ. അതിനുശേഷം സിങ്കിനെ ഒന്ന് കഴുകാനുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് വൈപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഓൾ പർപ്പസ് ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഇത് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആട്ടോ. സ്ഥിരമായിട്ട് ഈ ഒരു ബ്രാൻഡ് തന്നെ ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് മൈക്രോ ഫൈബറിൻ്റെ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അത്രേ ഉള്ളൂ. എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന കൗണ്ടർ ടോപ്പില്ലേ അതും വെള്ള തന്നെയായിരുന്നു, വൈറ്റ് കളർ കൗണ്ടർ ടോപ്പ് തന്നെയായിരുന്നു. പക്ഷെ അതിൽ നല്ലോണം സ്റ്റെയിൻ കൂടുതൽ പിടിക്കണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ബ്ലീച്ച് കൂടെയുള്ള ക്ലീനേഴ്സ് യൂസ് ചെയ്യണമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു എന്തോ കൊറിയൻ കൗണ്ടർ ടോപ്പ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അത് കൊറിയൻ നാനോ വൈറ്റ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് ബ്ലീച്ച് മിക്കപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ ബ്ലീച്ചും കൂടെ യൂസ് ചെയ്യണം കേട്ടോ, ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെനിക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതിൽ വെറുതെ ഇങ്ങനെ ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി, നല്ലോണം ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ കിച്ചൺ ടൂർ ചെയ്ത സമയത്ത് ഇത് എന്താ ഇതിലൊന്ന് ഒരു കമൻറ്റ് ഒറ്റ ഉണ്ടായിരുന്നു, ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അത് ഓർത്താട്ടാ. ഇല്ല കേട്ടോ, എനിക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഒരുപാട് എന്താ പറയുക സ്റ്റെയിൻ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യില്ല. ഞാൻ എല്ലാ ദിവസവും അപ്പോൾ തുടയ്ക്കണ കാരണം എനിക്ക് അത്ര അങ്ങനെ ഹെവി ഒരു ക്ലീനിങ് ഒന്നും വരലില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിന് മുമ്പായിട്ടൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്ലീനിങ് ബ്രഷില്ലേ,
ഇതൊരു നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ബ്രഷാട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആമസോണിലെല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ ഈ ഒരു ക്ലീനിങ് ബ്രഷ്. ഇതിപ്പോൾ ഇതുമ്മ ഉള്ള ഈ ഒരു ബ്രഷ് ഉണ്ട്, അതിൻ്റെ എഡ്ജിലുള്ള അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3-4 സെറ്റ് വേറെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു ബട്ടണൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. നമുക്ക് സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. പിന്നെ അതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ടൈപ്പിലുള്ളതാണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സെറ്റായിട്ട് തന്നെ കേട്ടോ ഈ ഒരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ സിങ്ക് മാത്രമൊന്നല്ല, നമുക്ക് ഈ ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സ്കൂളിലേക്കുള്ള കുട്ടികളുടെ ഷൂ ഒക്കെ ഇല്ലേ, അതൊക്കെ ക്ലീൻ ചെയ്താൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ സിങ്കിലേക്കും നേരത്തെ കാണിച്ച ഒരു ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബ്രഷില്ലേ അതൊന്ന് വെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡൊന്ന് കുറച്ചൊന്നാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ഓൺ ചെയ്തിട്ട് നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ബ്രഷില്ലേ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ സാധാരണയായിട്ട് നമ്മുടെ കിച്ചണിൽ ഒഴിവാക്കുന്ന സ്ക്രബുകളായിരുന്നു യൂസ് ചെയ്ത്, സ്പോഞ്ചൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇതായതിനു ശേഷം നമുക്ക് നല്ലോണം അത് എന്താ പറയുക സൈഡിലേക്കൊക്കെ ഇല്ലേ നല്ലോണം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നല്ലോണം ക്ലീൻ ആവട്ടെ. അപ്പോൾ ഈ ഒരു ബ്രഷ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആയിരിക്കും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ലിങ്ക് ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ളതായാലും ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് ഞാൻ സാധാരണയായിട്ട് സിങ്ക് ക്ലീൻ ചെയ്യാനും പിന്നെ ബാത്ത് ടബ് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ടാ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം. ഇതിപ്പോൾ ഒരു 4 മാസമെല്ലാമായിട്ട് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 3-4 മാസമെല്ലാമായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡും ഹാൻഡ് വാഷും ഒക്കെ വെക്കുന്ന ആ ഒരു ബോട്ടിൽസും കൂടി ഒന്ന് കഴുകി വെക്കുകയാണ്. ഈ ഒരു സ്പോഞ്ച് ഇന്ന് ഒഴിവാക്കാനുള്ളതാട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെല്ലാം ഞാൻ ഈ ഒരു സ്പോഞ്ച് ഒഴിവാക്കലുണ്ട്. നമ്മളിവിടെ ഈ ഒരു സ്പോഞ്ച് ഇങ്ങനെ സെറ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടില്ല, ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്യലുണ്ടെന്ന്. ഇത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോഞ്ചൊന്നും അല്ല കേട്ടോ, സാധാരണ സ്പോഞ്ചാണ്. അപ്പോൾ അത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെല്ലാം ആഴ്ചയിൽ ഒരു വട്ടെല്ലാം ഒഴിവാക്കലുണ്ട്. പിന്നെ ആ ഒരു ബ്രഷ് ഇങ്ങനെ ഊരിയെടുത്തിട്ട് അതും കൂടിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്താ അറിയോ, ഇത് നമ്മുടെ കാസ്റ്റേണ്ട പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സാധനം കേട്ടോ. ഇത് മിക്ക ദിവസം എടുക്കണ കാരണം ഇത് മിക്കപ്പോഴും ഞാൻ സിങ്കിൻ്റെ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ അത് സിങ്കിനുള്ളിൽ തന്നെ കിടക്കുന്നുണ്ടാവും. എപ്പോഴും കരുതും അതെടുത്ത് മാറ്റി വെക്കണമെന്ന്. ഡെയിലി ഞാനത് എടുക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ എങ്ങാനും ചിലപ്പോൾ നമ്മുടെ ഇനാമളുടെ കാസ്റ്റ് ചെയ്യണമല്ല അല്ലാത്തതിൻ്റെ ഒക്കെ അടിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിയതിന് ശേഷം ഇതുകൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നല്ല ഇളകി പോരും കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു സാധനമായിരുന്നു അത്. അതും കൂടി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകിയതിന് ശേഷം പിന്നെ മൈക്രോ ഫൈബറിൻ്റെ ഈ ഒരു ടവൽ വെച്ചിട്ട് വെള്ളം എല്ലാം ഒന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഞാൻ ഇത്രേ ചെയ്യലുള്ളൂ. പ്രത്യേകിച്ച് വേറൊന്നും സിങ്ക് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ചെയ്യലില്ല. തുടച്ച് ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ ഡ്രോപ്സൊക്കെ ഒന്ന് മാറ്റും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡും അതുപോലെ തന്നെ ഹാൻഡ് വാഷും ഒക്കെ ഒന്ന് റീഫില്ല് ചെയ്യാണ്. ഹാൻഡ് വാഷ് അപ്പാടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുമ്മ പക്ഷേ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എടുത്ത സ്ഥിതിക്ക് എല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ.
പിന്നെ ഇപ്പോൾ ഈ ചെയ്യണത് കണ്ടിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാവും ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞിട്ട് ബോഡി വാഷാണ് ഇതിലേക്ക് റീഫില്ല് ചെയ്യണമെന്ന്. അതേട്ടാ, ഞാൻ ബോഡി വാഷ് ഹാൻഡ് വാഷായിട്ട് യൂസ് ചെയ്യൽ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കൈ ഡ്രൈ ആവണ കാരണം എനിക്ക് ആകെ പറ്റുന്ന ഈ ഒരു ഡവിൻ്റെ ഈ ഒരു ഇതാട്ടാ. വേറെ ഞാൻ നോക്കിയിട്ടില്ല, ഇത് കംഫർട്ടബിൾ ആയത് കാരണം എപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യണു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഹാൻഡ് വാഷായിട്ടും യൂസ് ചെയ്യൽ കേട്ടോ. അതിൻ്റെ ഇങ്ങനെ പല പല മണങ്ങളിലുള്ളത് മാറ്റി മാറ്റി യൂസ് ചെയ്യലുണ്ട്. അല്ലാതെ ഹാൻഡ് വാഷായിട്ട് ഞാൻ വാങ്ങിക്കലില്ല. മുമ്പ് വാങ്ങിച്ചിരുന്നു, പക്ഷെ എൻ്റെ കൈ അത് വീണ്ടും ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഡ്രൈ ആവട്ടെ, എനിക്ക് കൈക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു പ്രശ്നം വരൽ. ഇങ്ങനെ മേ ബി ഇങ്ങനെ ഒത്തിരി സോപ്പൊക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരലുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ ഹാൻഡ് വാഷ് മാറ്റിയിട്ട് ഈ ബോഡി വാഷ് അതിൽ നിറച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യൽ. ബോഡി വാഷിനെ തന്നെ ഞാൻ നിറച്ച് വെക്കും ഹാൻഡ് വാഷായിട്ട്. അതുപോലെ തന്നെ ലോണ്ട്രി ക്യാപ്സ്യൂൾസും ലോണ്ട്രി പോട്ട്സ് എന്നെല്ലാം പറയില്ലേ, അതും ഡിഷ് വാഷിങ്ങിൻ്റെ ആ ഒരു ടാബ്ലറ്റ്സും കൂടിയിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ടേക്കാണ്. പെട്ടെന്ന് എടുക്കാനുള്ള വലിയ പാക്കറ്റിലല്ലേ അത് വരിക. ഇതേ ഇപ്പോൾ പിന്നെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലോണ്ട്രി പോട്ട്സ് ഏതിൻ്റെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ ആട്ടാ. ഈ ഒരു ബ്രാൻഡ് തന്നെ ഈ ഒരു സ്മെല്ല് ഈ ഒരു കളറിലുള്ളതാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇനിയിപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവൽസ് എല്ലാം, അതായത് നമ്മൾ കുക്ക് ചെയ്യണതിനിടയ്ക്ക് കൈ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ടവൽസൊക്കെ ഇല്ലേ, അതും കൗണ്ടർ ടോപ്പുമേ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാൻ നേരം വിരിക്കാറുള്ള ടവൽസും ഇങ്ങനെയുള്ളതെല്ലാം ഞാൻ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിൻ്റെ ആ ഒരു ബോക്സിലേക്ക് ഒന്ന് മടക്കി വെക്കാനുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിലൊരു ക്യാൻഡിൽ ഒന്ന് കത്തിച്ച് വെക്കുകയാണ്. ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്യാൻഡിൽ ഞാൻ ഏതൊക്കെയാണ് ബാത്ത് ആൻഡ് ബോഡിയുടെയും അതുപോലെയൊക്കെ യൂസ് ചെയ്യണമെന്ന്. ഞാൻ കുറേ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ ഇപ്പം ഈ ഒരു ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ വൈറ്റ് ഗാർഡനിയ എന്ന് പറയുന്ന ഒരു ക്യാൻഡിലാട്ടാ. ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്മെല്ലാട്ടാ. ഇത് തീരുമ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്യലുണ്ട് ഈ ഒരു സ്മെല്ല്. വേറെ ഇതും യൂസ് ചെയ്യലുണ്ട്, പക്ഷേ ഇതെപ്പോഴും ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു വെള്ള കളറിലൊരു പൂ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ഈ പൂവ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പൂക്കുമ്പോൾ ഒരു മണമില്ലേ, ആ പൂ ഇങ്ങനെ നമ്മൾ മണത്ത് വെക്കുമ്പോൾ ഒരു മണം വരില്ലേ, ആ ഒരു മണം കേട്ടോ ഈ ഒരു ക്യാൻഡിലിന് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു മണം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വൈറ്റ് ഗാർഡനിയ എന്ന് പറയുന്ന ക്യാൻഡിൽ ബാത്ത് ആൻഡ് ബോഡിയുടെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ഒരു ക്യാൻഡിൽ. പിന്നെ ആ ഒരു പൂവിൻ്റെ പേരില്ലേ, എനിക്ക് മുന്നേ അറിയായിരുന്നു കേട്ടോ, നല്ലോണം ഓർമ്മയിൽ വെക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടണില്ല ആ ഒരു പേര്. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. മുമ്പെല്ലാം നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഞാൻ വളരെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ വളരെ കോമൺ ആയിട്ട് ഈ ഒരു പൂവ് കാണലുണ്ടായിരുന്നു. മിക്ക വീടുകളിലും കാണലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഇത് എന്താ അറിയില്ല, ഉണ്ട്, എന്നാലും കുറവായതുപോലെ തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂവ്. അപ്പോൾ പേരറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നിങ്ങൾ. പിന്നെ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ ചിക്കൻ ഫ്രൈയും പിന്നെ പയർ ഉപ്പേരിയും അച്ചിങ്ങപ്പയറില്ലേ, അത് ഇങ്ങനെ മുളകെല്ലാം കുത്തിക്കാച്ചി എടുക്കില്ലേ, കുത്തിക്കാച്ചി എടുക്കുന്നതെന്നെല്ലാം പറയലുണ്ട്. അത് ചതച്ച മുളകെല്ലാം ഇട്ടിട്ട് അങ്ങനെ എടുക്കില്ലേ, അങ്ങനെ എടുക്കണതും ഉപ്പേരി പോലെ തന്നെ അതും. പിന്നെ പുളിശ്ശേരി ആട്ടാ ഇന്നത്തെ ഒരു ലഞ്ചിന് ഉണ്ടാക്കണത്. പുളിശ്ശേരിയിലെ ഭയങ്കര ലൂസായി പോയിട്ടുണ്ടായി. തൈര് കുറവായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ ഉണ്ടാക്കാൻ എടുത്തതിന് ശേഷമാണ് അത് നോക്കിയതിട്ടാ. പിന്നെ ഉള്ള തൈര് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി വന്നപ്പോഴേക്കും അതങ്ങ് ലൂസായിപ്പോയി. സാധാരണയായിട്ട് ഞാൻ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള പുളിശ്ശേരി ആട്ടാ ഉണ്ടാക്കൽ. ഇവിടെ അതാ കൂടുതലിഷ്ടം.
പിന്നെ ഇനിയിപ്പോൾ ചിക്കനും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ ചിക്കൻ ഫ്രൈ എപ്പോഴും ഒന്നും ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കലൊന്നും ഇല്ല കേട്ടോ. ഷാലോ ഫ്രൈ എല്ലാം ചെയ്തിട്ട് എടുക്കൽ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ, അതൊന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് കൊതി വരും കേട്ടോ, ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഫ്രൈ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യും. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ പ്ലീസ് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ പറയുക, അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ.